ഹലോ ഗൈസ്, ഞാൻ എങ്ങോട്ട് ഓടി രക്ഷപ്പെടുന്നതെന്നല്ലേ വഴിയെ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ എക്സാം ഇന്നലെ തീർന്നു. ഇന്ന് നമ്മൾ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ്സിന് വന്നു. അതാണ്. പക്ഷെ നമ്മളിന്ന് വീട്ടിൽ പോകും. ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ ഗൈസ് വീട്ടിൽ പോകുന്നത്. ഒരു മാസത്തിന് ശേഷം എക്സാം വരാൻ പോയിട്ടില്ല. ഞാൻ പിന്നെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ പോയിട്ട് തന്നെയാണ്. ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് അപ്പൂനെയും കോക്കോനെയും കാണും. ഫസ്റ്റ് സെം എക്സാം കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് അസൈൻമെൻറ്റിനുള്ള സെക്കൻഡ് സെമ്മിൻ്റെ ബുക്ക് എടുക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞങ്ങളെ കാണാം. ഇത് നമ്മുടെ തേജ കാര്യമായിട്ടുള്ള എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇവള് എന്താ എടുത്തുകൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം പറയാം, തേജ എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കില്ലാത്തതാണ്. അതാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ഉണ്ട്, ബാക്കിയൊന്നുമില്ല. തീരുമ്പോൾ പണി തരാൻ കുപ്പിന്ന് വന്ന ഭൂതങ്ങളാണ് ഞങ്ങൾ എന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വിചാരം. അപ്പോൾ യൂണിവേഴ്സിറ്റി അടുത്ത പണി തരുന്നതിന് മുന്നേ ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് കരുതി. ഒരു മാസമായി ഗൈസ് ഞാൻ ഈ എക്സാം കാരണം വീട്ടിൽ പോയിട്ട്. ഇതോ എക്സാം കഴിഞ്ഞപ്പോൾ അതേ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോകും. കോഴ്സ് കഴിഞ്ഞ് പോകുന്നതിൻ്റെ പോലെ പോകുന്നു.